നമസ്കാരം. എനിക്ക് 201 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും. അപ്പം നമ്മൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആദ്യം തേങ്ങ, പിന്നീട് സവാള, എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വയ്ക്കണം. അപ്പോൾ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും. ഇളക്കി അടച്ച് വെച്ച് കഴിയുന്നുണ്ടേ നമ്മൾ ഇത് മൂത്തതിന് ശേഷം നമ്മൾ അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ട് ഇതിൽ, നന്നായിട്ട് വെളിച്ചെണ്ണ ചേർത്തായിരുന്നല്ലോ. അപ്പം ഗാർലിക്, ജിഞ്ചർ ക്രഷ് ചെയ്ത് വെച്ച് നമ്മളിതിലേക്ക് ഇട്ട് വീണ്ടും അത് നന്നായിട്ട് മൂപ്പിച്ചിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന സമയത്തേക്ക് നമ്മൾ ഈ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് അതെല്ലാം യോജിപ്പിച്ചതിന് ശേഷം വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ ഇത് മൂടി അടച്ച് വെക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. നമ്മളിത് മൂടി വെച്ചിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ഇത് കുറേ സമയം വേവിക്കുന്നത്. സിമ്മിലിട്ട് വേവാൻ വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ ചേർത്ത ഈ ചേരുവകളെല്ലാം വീണ്ടും അതിൻ്റെ അളവിൽ നമ്മൾ കുറേശ്ശെ ചേർത്തിട്ടുള്ളല്ലോ, അപ്പോൾ ആ അളവിൽ ഇത് നമ്മൾ അടുപ്പ് വെക്കുന്നതിന് മുന്നേ ഇതെല്ലാം ഈ വെളിച്ചെണ്ണയ്ക്കകത്തിലിട്ടിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് നന്നായിട്ടിത് ഒരു ബ്രൗൺ കളർ വരെ മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാ പൊടിയും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ നല്ല തിളയ്ക്കുന്ന സമയത്ത് അതിനകത്ത് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ്റെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് തക്കാളിക്ക ഇട്ട് വീണ്ടും മൂടി വെച്ചിട്ട് തക്കാളിക്ക വേവുന്ന പരുവത്തിലേക്ക് നമ്മുടെ ഈ വെള്ളം തിളച്ചിട്ടുണ്ടാവും. ആ മസാല വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഇളക്കി അടച്ചു വെക്കുക. അപ്പോൾ ഈ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടി വേണമല്ലോ. അപ്പോൾ അത് വറ്റി വരുന്ന സമയത്തേക്ക് നമ്മൾ കടുക് വറുത്തൊഴിക്കുക. കടുക് വറുത്തതിന് ശേഷം നമ്മൾ ഈ നമ്മുടെ മല്ലിയില അരിഞ്ഞത് ഇതിലേക്ക് തൂവുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. സൂപ്പർ കറിയാണ്, വെച്ച് നോക്കണേ.